നമസ്കാരം. കാനസഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേട്ടിലാണ്. പാഞ്ചാലിമേട് ദേവീക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ. ഇതാണ് പാഞ്ചാലിമേട്ടിലേക്കുള്ള പ്രധാന കവാടം. ഇതിന് ഇടത് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 20 രൂപയും ക്യാമറയ്ക്ക് 50 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം നമ്മുടെ കാഴ്ചയിൽപ്പെടുന്നത് ഇവിടുത്തെ കൽമണ്ഡപങ്ങളാണ്. ഇത് കണ്ടാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതിയാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ഇത് 2017-2018 വർഷങ്ങളിൽ നിർമ്മിച്ചവയാണ്. ഇതേപോലെ കുറേ കൽമണ്ഡപങ്ങൾ ഈ കുന്നിൻ്റെ പല ഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയുകയില്ല. നല്ല കോടമഞ്ഞായിരിക്കും. കാഴ്ചകളെ മഞ്ഞ് മറയ്ക്കുമെങ്കിലും അതും ഒരു അനുഭവം തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോൾ വെറും മലയും കുന്നുമായി കിടന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഒന്ന് നോക്കി, ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന പാഞ്ചാലിമേട് ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലായാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക സമയങ്ങളിലും നല്ല കോടമഞ്ഞായിരിക്കും. ഇവിടെ എപ്പോഴും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഇതിലൂടെയുള്ള വഴി കൽച്ചീളുകൾ കൊണ്ടും 2 സൈഡും ചെടികൾ കൊണ്ടും, പിന്നെ നമുക്ക് വിശ്രമിക്കാനായിട്ട് കുറേ കൽമണ്ഡപങ്ങൾ, പിന്നെ കസേരകൾ കുറേ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടൂറിസം വകുപ്പ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പാഞ്ചാലിമേട് ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത്. അമ്പലത്തിലേക്കുള്ള വഴിയുടെ 2 വശങ്ങളിൽ ഇതേപോലെ പുല്ല് വളർന്നു നിൽപ്പുണ്ട്. അതും ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കൊരുക്കുന്നത്. അങ്ങനെ നമ്മൾ ദേവീക്ഷേത്രത്തിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. നോക്കി എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന്. ആ ക്ഷേത്രത്തിന് അപ്പുറത്തെ സൈഡ് ഫുള്ള് മഞ്ഞാണ്. ഈ ക്ഷേത്രത്തിന് തൊട്ടപ്പുറം എല്ലാം ഒരുപാട് മലകൾ നിരകളാണ്. പക്ഷേ ഈ മഞ്ഞ് കാരണം നമുക്ക് അതൊന്നും കാണുന്നില്ല. മൊത്തം ഒരു ആകാശം പോലെ കിടക്കുകയാണ്. പാഞ്ചാലിയുടെയും പാണ്ഡവരുടെയും കഥകളോട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണിത്. ശിവൻ, അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, നാഗരാജാവ്, നാഗേക്ഷി എന്നീ ഉപദേവാലയങ്ങളാണ് ഇവിടെയുള്ളത്. പാണ്ഡവർ വിശ്രമിച്ചിരുന്ന ഗുഹ, പാഞ്ചാലിക്കുളം, ഭീമൻ്റെ കാൽപ്പാട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ സമീപഭാഗത്തായിട്ടുണ്ട്. നാഗരാജാവ് നാഗേക്ഷിയുടെ പ്രതിഷ്ഠയുള്ള ഈ മലയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വള്ളേങ്കാവ് ദേവീക്ഷേത്രം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല മഞ്ഞായതിനാൽ ഒന്നും കാണാൻ പറ്റിയില്ല. ഈ അമ്പലവും ഇതിൻ്റെ ചുറ്റുപാടും എന്ത് ഭംഗിയാണെന്നറിയാമോ? അത് നേരിട്ട് വന്നാലേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ കോട്ടയം സബ് ഗ്രൂപ്പിൻ്റെ സബിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, പഞ്ചപാണ്ഡവർ ഇവിടെ വന്ന് വനവാസ സമയത്ത് ഒളിച്ചു താമസിച്ചും അവർ ഉപാസിച്ചുകൊണ്ടിരുന്ന മൂർത്തിയാണ് ഇപ്പം നമുക്ക് പാഞ്ചാലിമേട്ടിൽ അമ്മയായിട്ട് ഭുവനേശ്വരിയായിട്ട് തന്നിരിക്കുന്നത്. ആ ഭുവനേശ്വരിയിലാണ് നമ്മളിപ്പോൾ ഉപാസന മൂർത്തിയായിട്ടും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ദേശസഞ്ചാരത്തിന് വേണ്ടി ദേശത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഭുവനേശ്വരി നമ്മൾ ഇവിടെകൊണ്ട് ഇവിടെ പൂജിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാർ അന്ന് അറിവില്ലാത്തതുകൊണ്ട് ഭുവനേശ്വരിയോടൊപ്പം തന്നെ ഭദ്രയും വിളിച്ച് ഭദ്രകാളിയായും 2 മൂർത്തിയിലും രൂപത്തിലും ഇവിടെ കുടികൊള്ളുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചപാണ്ഡവ സമയത്ത് അവരിവിടെ വന്ന വനവാസ സമയത്ത് ഐതിഹ്യപരമായ ഒത്തിരി ചരിത്രങ്ങൾ നമുക്ക് ഈ നാടിന് സന്ദർശിച്ചാണ് പോയിരിക്കുന്നത്. സന്തോഷപൂർവ്വം തന്നിട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ പേര് തന്നെ പാഞ്ചാലിമേട് എന്നാണ്. പഞ്ചപാണ്ഡവർ താമസിച്ചുകൊണ്ട് തന്നെ പാഞ്ചാലിയുടെ പേരിൽ ഇത് അറിയപ്പെടുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിരുന്ന കൽമണ്ഡപം, അവർ കുളിക്കാൻ വേണ്ടിയും കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുളങ്ങൾ, അവർ താമസിച്ചിരുന്ന ഗുഹകൾ, അതോടൊപ്പം തന്നെ ഭീമൻ്റെ കാൽപ്പാടുകൾ എല്ലാം ഈ പാഞ്ചാലിമേടിന് സ്വന്തമായിട്ടുണ്ട്. ഈ മേടിന് പിന്നെ വേറെ പേരും കൊണ്ട് വെള്ളാരം മേടെന്നും ഒരു പേരും കൂടെ ഉണ്ട്. കാരണം വെള്ളാരം കല്ലുകൾ നിറഞ്ഞാണ് ഈ സ്ഥലം. ഇതോടൊപ്പം തന്നെ സ്ഥലങ്ങൾ വനസമയത്തും അവർക്ക് ദേവിക്കും കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ ദേവിയെ ഉപേക്ഷിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം ദേവിയെ അവരിവിടുന്ന് പോയപ്പോൾ ദേശസഞ്ചാരത്തിന് വേണ്ടിയും ദേശത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ശബരിമല മലദർശനം
അതായത് മകരജ്യോതി ദർശനം നമുക്ക് ഈ പാഞ്ചാലമേട്ടിൽ നിന്നാൽ കാണാൻ പറ്റും. ഈ ക്ഷേത്ര അങ്കണത്തിൽ നിന്നാലും മേടിൻ്റെ അടുത്ത് നിന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ സമുദ്രനിരത്ത് 1800 മുകളിൽ ഹൈറ്റിലാണ് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്നത്. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും 4 കോണിലാണ് വെള്ളം തന്നെ. അതോടെ തന്നെ ഐതിഹ്യപരമായ ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ വന്നാൽ എന്താണ് പറയുന്നത് ദർശിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഹിന്ദുക്കളായിട്ട് ഈ പാഞ്ചാലമേട് എന്ന് പറഞ്ഞാൽ അധികം പേരില്ല, ഒരു 10-60 കുടുംബത്തിൽ തന്നെ. പക്ഷേ അത്രയും പേരുടെ കഠിനാധ്വാനം ഇവിടെ ഉള്ള കുറച്ച് പേരുടെയും മാത്രം കൊണ്ട് അധ്വാനങ്ങൾ കൊണ്ടാണ് ഇന്ന് ക്ഷേത്രം ഇങ്ങനെ നിൽക്കുന്നത്. ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നാളെ 10 വർഷം ആകണുള്ളൂ. അതായത് വള്ളിയാങ്കാവിൻ്റെ മൂലസ്ഥാനമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. വള്ളിയാങ്കാവ് തന്നെയല്ല 6-7 ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അമ്മ വള്ളിയിലാടിയാണ് വള്ളിയാങ്കാവിന് പോയത്. അതിപ്പം വള്ളിയാടിക്കാവ് എന്നുള്ള വള്ളിയാങ്കാവ് ആയതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ചട്ടുള്ളൊരു അമ്പലമാണിത്. ഇവിടെ ഒരു കല്ലുണ്ട്, വളരുന്ന കല്ലുണ്ട്. പിന്നെ പഞ്ചപാണ്ഡവന്മാർ വസിച്ചിരുന്ന സ്ഥലം ഗുഹയുണ്ട്. പഞ്ചപാണ്ഡവന്മാർ വസിച്ചിരുന്ന അവരുടെ കുളം, ഇവിടെ പാഞ്ചാലി കുളമുണ്ട്. അവർ പൂജിച്ചുകൊണ്ടിരുന്നതാണ് ഈ അമ്മേനെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ആനപ്പാറയുണ്ട്. പിന്നെ ഭീമൻ്റെ കാൽപ്പാടുണ്ട്. ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് 1.5-2 കിലോമീറ്റർ താഴെ ഇറങ്ങിപ്പോകും. ആ കാൽപ്പാടം എന്ന് പറയുന്ന ഒരു 1.5 അടി നീളവിലും ഏറ്റവും കുറഞ്ഞുണ്ട്. അതുപോലത്തെ കാൽപ്പാടാണ്. അങ്ങനെ ഇവിടുത്തെ പാഞ്ചാലിക്കുളം എന്ന് പറയുന്ന കുളം ഇവർ ഈ ടൂറിസംകാരെ അവർ നികത്തി അവർ ടൂറിസത്തിൻ്റെ വകുപ്പിൽ ബോട്ട് വിടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൂടെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായതാണ്. ഒത്തിരി പേര് വന്ന് ചാനലുകാരും എല്ലാം വന്നെടുത്തിട്ടുള്ളതാണ്. തുറക്കുന്ന രാവിലെ 7 മണിക്ക് 7 ആകും. രാവിലെ 7 മുതൽ വൈകിട്ട് 12 വരെ. 12 വരെ. പിന്നെ വൈകിട്ടില്ല. 1 നേരമേ ഉള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ ഈ മഴക്കാലമാണ് വൈകിട്ടത്തേക്ക് നടക്കുക. നമുക്ക് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും അമ്മയുടെ നാളും മകമാണ്. മകം നാളിൽ പ്രത്യേക പൂജ അത് ഓരോരുത്തരും നടത്തുന്നതാണ്. അത് 7,000 രൂപ അടുത്താവും ഒരു പൂജയ്ക്ക്. പിന്നെ അല്ലെങ്കിൽ അമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് മേടത്തിലെ മകന്നാൾ അന്നാണ് ഉത്സവം. അന്ന് ആറാട്ടോടുകൂടിയുള്ള ഉത്സവം. താലപ്പൊലി, ഘോഷയാത്ര എല്ലാം ഉള്ളത്. അമ്മയുടെ ഇഷ്ട വഴിപാട് പ്രധാനം ഇവിടെ കടുംപായസമാണ് അമ്മയുടെ ഇഷ്ട വഴിപാട്. ആ സ്വാമി പറഞ്ഞത് ഈ കല്ല് വളരുന്ന കല്ലാണെന്നാണ്. സ്വാമി വന്ന സമയത്ത് ഒരു 19 കൊല്ലങ്ങൾക്ക് മുമ്പേ ഏകദേശം 2 അടിയോളം വലിപ്പമുള്ള ഒരു കല്ലാണ്. ഇപ്പം നോക്കിയേ, എന്നേക്കാൾ ഹൈറ്റുണ്ട്. ഏകദേശം ഒരു 7 അടി കൂടുതൽ ഹൈറ്റുണ്ട് ഈ കല്ലിന്. കുറേയേറെ സിനിമകൾക്കും ആൽബങ്ങൾക്കും ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. ഇവിടെ നിന്നും വലതുവശത്തേക്കുള്ള ഈ വഴിയിൽ കൂടി സഞ്ചരിച്ചിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വന്നാലും. ഇവിടെയുള്ള ഈ കുളം വളരെ മോശമായിട്ട് കിടക്കുകയാണ്. നവീകരിക്കുമ്പോൾ ഒരുപക്ഷെ നല്ലൊരു കുളമായിരിക്കാം ഇത്. ആ കുളം കഴിഞ്ഞുള്ള ഒരു വഴി കണ്ടല്ലോ, അതുവഴി ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് കാഴ്ചകളെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് നടന്ന് പോയി നോക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിയോളമായി സമയം. എങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ. അമ്പലത്തിലേക്ക് കയറിയപ്പോഴാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ തൊട്ട് മുമ്പിലുള്ള മലകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കാണത്തില്ലായിരുന്നു. മഞ്ഞുകൊണ്ട് ഇങ്ങനെ മറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വഴി ഇവിടെ തീരുകയാണ്. പക്ഷേ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് താഴോട്ട് നല്ല കാടാണ്. തൊട്ടപ്പുറത്തെ മലനിരകളൊക്കെ കാണാം. മഞ്ഞുണ്ട് എങ്കിലും കുറേ അവ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴോട്ടാണ് ഈ മലയുടെ താഴ്ഭാഗത്തേക്ക് നല്ല കാട്. പക്ഷേ അങ്ങനെ വന്യമൃഗങ്ങളൊന്നും ഇല്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടത്. അമ്പലത്തിന് തൊട്ടപ്പുറത്ത് കുരിശുകൾ സ്ഥാപിച്ച ഒരു മലയുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവർ വിശ്രമിച്ചിരുന്ന ഗുഹ, പിന്നെ ഭീമൻ്റെ കാൽപ്പാട്, പിന്നെ ഒരു ആന തിരിഞ്ഞ് നിൽക്കുന്നത് ആ രൂപമുള്ള ഒരു പാറ, ഇതൊക്കെ ചിത്രീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായി. പിന്നീട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതും ഇവിടെ മഴ ചരിഞ്ഞാണ് പെയ്യുന്നത്. കാറ്റുള്ളത് കൊണ്ടാവാം. കുട പിടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഷർട്ട് ഒരു പക്ഷേ നനയില്ലായിരിക്കും, പക്ഷേ താഴോട്ട് പാൻസൊക്കെ നന്നായിട്ട് നനയും. മഴ ഇടിമിന്നൽ ഉള്ളപ്പോഴൊക്കെ ഇതിന് മുകളിൽ നിൽക്കരുത് എന്നുള്ള ഒരു സൂചനാ ബോർഡ് 1-2 ഭാഗത്ത് ഇവിടെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം ഇവിടെ നിന്നില്ല. പിന്നെ ഈ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി
നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്തുമാത്രം നന്നാകണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അത് രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനിയും പാഞ്ചാലിമേട്ടിൽ വരുമ്പോൾ പാഞ്ചാലിമേട് ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താൻ മറക്കരുത്. കാണുന്ന സഞ്ചാരിയുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകളും വിമർശനങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.